നമസ്കാരം, JB ജംഗ്ഷനിലേക്ക് സ്വാഗതം. വളരെ സവിശേഷതയുള്ള രണ്ട് വ്യക്തിത്വങ്ങളാണ് ഇന്ന് JB ജംഗ്ഷനിൽ അതിഥികളായി വരുന്നത്. രാജ്യാന്തര നിലവാരത്തിൽ കേരളത്തെ പ്രതിഷ്ഠിച്ച കൊച്ചിൻ ബിനാലെയുടെ മുഖ്യ സംഘാടകരാണ് നമ്മുടെ അതിഥികൾ. ചിത്രകാരനും ശില്പിയുമായിട്ടുള്ള റിയാസ് കോമു, അതുപോലെ തന്നെ പ്രശസ്ത ചിത്രകാരൻ ബോസ് കൃഷ്ണമാചാരി. റിയാസിനെയും ബോസിനെയും നമുക്ക് JB ജംഗ്ഷനിലേക്ക് സ്വാഗതം ചെയ്യാം. ബോസ്, റിയാസ്, JB ജംഗ്ഷനിലേക്ക് സ്വാഗതം. ഒരുപാട് കാലമായിട്ട് നിങ്ങൾ രണ്ടുപേരെ ഇവിടെ ഇരുത്തണമെന്ന് ഞാൻ വിചാരിച്ചിരുന്നതാണ്. സമയവും കാലവും ഒത്തുവന്നില്ല. ഒരുപക്ഷെ കേരളം നിങ്ങളോട് കടപ്പെട്ടിരിക്കുന്നു. കേരളത്തെ ഒരു രാജ്യാന്തര നിലവാരത്തിലുള്ള ഒരു ഡെസ്റ്റിനേഷനാക്കി മാറ്റാൻ കഴിഞ്ഞത് നിങ്ങളുടെ രണ്ടുപേരുടെയും പ്രവർത്തനം കൊണ്ടാണ്. പക്ഷെ അതിൻ്റെ അഹങ്കാരമൊന്നും ബോസിൻ്റെ മുഖത്ത് കാണുന്നില്ലല്ലോ. കേൾക്കാൻ സുഖമുള്ള കാര്യങ്ങൾ അഹങ്കരിക്കണോ? ചിലപ്പോൾ അഹങ്കാരമൊക്കെ മനുഷ്യ സഹജമായിട്ടുള്ള വികാരമല്ല, അതൊക്കെ വേണ്ടാന്ന് വെക്കേണ്ട കാര്യം എന്നുള്ളത് വളരെ സന്തോഷമുള്ള കാര്യമാണ് കേൾക്കുമ്പോൾ. അത് കൊച്ചി മുസിരിസ് ബിനാലെ കൊണ്ടാണെന്ന് നമുക്കറിയാം. അല്ല, സ്വന്തം നിലയ്ക്ക് ഒരുപക്ഷെ നിങ്ങളുടേതായ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള രണ്ടാൾക്കാരാണ് നിങ്ങൾ. അത് നിങ്ങളുടെ മേഖലയിൽ പെയിൻറ്റിങ്ങിൻ്റെയും സ്കൾപ്ചറിൻ്റെയും രംഗത്തൊക്കെ രണ്ടുപേർക്കും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, അല്ലെങ്കിൽ ഒരുപക്ഷെ മുതൽക്കൂട്ടായിട്ടുണ്ട്. പക്ഷെ മലയാളി കാണുന്നത് അതിനപ്പുറം നിങ്ങളുടെ സംഘാടക പാഠമാണ്. ആ ഒരു സംഘാടന പാഠകമാണ് ഒരുപക്ഷെ നിങ്ങളിപ്പം എൻ്റെ മുമ്പിൽ ഇരുത്തിയിരിക്കുന്നത്. റിയാസ്, ബോസ് അല്പം ഒരു നാണം കുണിക്കുകയാണ്. എന്താ കാരണം വെച്ചാൽ ബോസ് ചെറുപ്പത്തിലൊക്കെ ഈ ഡാൻസൊക്കെ കളിച്ച് ശീലിച്ചതുകൊണ്ട് അതിൻ്റേതായ ചില ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ റിയാസിന് അങ്ങനെയൊന്നും ഇല്ലാതെ തോന്നുന്നു. കൊച്ചിൻ ബിനാലെ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും സങ്കീർണതയും അതേസമയം തന്നെ ഏറ്റവും പ്രതീക്ഷാ നിർഭരവുമായിട്ടുള്ള ഒരു നാഴികക്കല്ലാണ്. എനിക്കറിയാം, ഞാൻ പല ഘട്ടങ്ങളിലും നിങ്ങളറിയാതെ പിന്തുടരുന്ന സമയത്ത് ഇതിൽ എത്തിപ്പോയല്ലോ ഞങ്ങൾ, പെട്ടുപോയല്ലോ ഞങ്ങൾ, എങ്ങനെ ഇതിനകത്തുനിന്ന് കാല് വലിക്കും എന്ന് പോലും ചിന്തിച്ചിരുന്ന മുഹൂർത്തമുണ്ട്. ഇല്ല, അങ്ങനെ ഒരു ചിന്ത ഉണ്ടായിട്ടില്ല. കാരണം ഒരു കേരളത്തിൻ്റെ ഒരു കോണ്ടെക്സ്റ്റിൽ ഇത് ബിനാലെ പോലുള്ളൊരു പദ്ധതി നടത്തിയെടുക്കുക എന്നുള്ളത് വളരെ ക്രൂഷ്യലാണെന്ന് ഒരു തുടക്കം മുതലേ ചെറിയൊരു ധാരണ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അതിനെ ചുറ്റിപ്പറ്റിയിട്ട് ഉണ്ടായ പ്രശ്നങ്ങൾ വെറും ഇഗ്നറൻസിൻ്റെ ഭാഗമാണെന്ന് ഞങ്ങൾ തുടക്കം മുതലേ തിരിച്ചറിഞ്ഞിരുന്നവരാണ്. അപ്പോൾ ഈ പ്രൊജക്റ്റ് കേരളത്തിൽ നടന്നില്ല എന്നുണ്ടെങ്കിൽ കേരളം ഒരു കൾച്ചറലി കേരളത്തിൻ്റെ ഏറ്റവും വലിയ ഫെയിലിയർ ആയിരിക്കും എന്നുള്ളൊരു തോന്നൽ. അപ്പോൾ അതിൻ്റെ ഒരു ഉത്തരവാദിത്വം എത്ര പഴികെട്ടിട്ടായാലും ഈ മലയാളി സമൂഹത്തിന് അങ്ങനെ ഒരു ദുഷ്പേര് ഉണ്ടാക്കിയെടുക്കരുത് എന്നുള്ളൊരു വലിയൊരു വാശിയുണ്ടായിരുന്നു. കാരണം ഒരു ഇന്ത്യൻ ആർട്ട് വേൾഡ് മാത്രമല്ല, ഇൻ്റർനാഷണൽ ആർട്ട് വേൾഡ് ഉറ്റുനോക്കിക്കൊണ്ടിരുന്നിരുന്ന ഒരു പ്രൊജക്റ്റാണ്. പ്രത്യേകിച്ച് ഏഷ്യയിലെ ഒരു എമർജിങ് ടെൻഡൻസി വെച്ച് നോക്കുമ്പോൾ വളരെ ഡെമോക്രാറ്റിക് ആയിട്ടുള്ളൊരു രാജ്യത്ത്, പ്രത്യേകിച്ച് കേരളത്തിൻ്റെ ഒരു പൊളിറ്റിക്കൽ ഒരു ഹിസ്റ്ററിയുടെയൊക്കെ ഒരു കണ്ടിന്യൂവേഷനായിട്ട് നടക്കുന്ന ഒരു പ്രോജക്റ്റ്, അത് പരാജയപ്പെടുന്നത് വളരെ സെക്യുലറായിട്ടുള്ള ആശയങ്ങളും ഒരു മൾട്ടി കൾച്ചറലിസത്തിൻ്റെ ഫെയിലിയറും ഒരു കോസ്മോപൊളിറ്റൻ ലെഗസിയുടെ ഒരു ഭാഗമായിട്ടുള്ള ഒരു റീജിയണ് ഇത്തരമൊരു പ്രോജക്റ്റ് നടത്തിയെടുക്കാൻ പറ്റിയില്ല എന്നുള്ള ഒരു ഫെയിലിയർ നമ്മളെല്ലാവരും നമ്മൾ ഈ പുതിയൊരു യങ് ജനറേഷൻ എന്നുള്ള രീതിയിൽ നമ്മൾ പേരേണ്ട വന്നേനെ. അപ്പോൾ അതിൽ നിന്നും ഒരു ഘട്ടത്തിലും അതിന് കാരണം ഉണ്ടാകരുതെന്ന് ഞങ്ങൾക്ക് ഭയങ്കര വാശിയുണ്ടായിരുന്നു. ബോസ്, നിങ്ങൾ മുംബൈയിൽ നല്ല സുഖമായിട്ട് ജീവിച്ചുകൊണ്ടിരുന്നതാണ്. സുഖം എന്ന് പറയാൻ പറ്റില്ല, അല്പം പരമസുഖത്ത് ജീവിച്ചുകൊണ്ടിരുന്ന. അതിപ്പോഴും കുറവൊന്നുമില്ല കേട്ടോ. ഞാൻ വേറെ അർത്ഥമൊന്നും ഉദ്ദേശിച്ചില്ല, അത് സാധാരണ അർത്ഥങ്ങൾ ഉദ്ദേശിച്ചുള്ളൂ. ഞാൻ സാധാരണക്കാർക്ക് വേണ്ടിയിട്ടാണ് സംസാരിക്കുന്നത്, സാധാരണ ലാംഗ്വേജിലാണ് പറഞ്ഞത്. ഐ സെലിബ്രേറ്റ് മൈ ലൈഫ് wherever it is. ജീവിതം ആഘോഷിക്കുന്നു. ജീവിതം ആഘോഷിക്കുന്നു. അതും
ജനങ്ങളെ തിരിച്ചറിയാൻ പറ്റുന്നുണ്ടെങ്കിൽ, അതായത് നമ്മളുടെ സുഹൃത്തുക്കൾ കൊണ്ടാണ് ഞാൻ എൻ്റെ ജീവിതം ആഘോഷിക്കുന്നത്, അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിൽ എനിക്ക് തിരിച്ചറിയാൻ പറ്റുന്നത് കൊണ്ടാണ് ഞാൻ ജീവിതം ആഘോഷിക്കുന്നത്. തിരിച്ചറിവുകളാണ് എവിടെയാണ് നമ്മൾ വളർന്നു വലുതായത്. എന്നെ സംബന്ധിച്ചിടത്തോളം മുംബൈ എനിക്ക് തന്നിട്ടുള്ളത് വളരെ വിശാലമായിട്ടുള്ള അറിവാണ്. എല്ലാ തരത്തിലും ഒരു ഗ്രാമത്തിൽ ജനിച്ചു വളർന്ന ഒരാൾ മുംബൈയിൽ പോയിട്ട് മുംബൈ കലാലോകം മാത്രമല്ല എല്ലാ തരത്തിലുള്ള ക്രിയേറ്റീവ് ഇൻഡസ്ട്രിയിലും നമ്മളുടെ ജീവിതം ഒരു പക്ഷേ നിങ്ങളുടെയൊക്കെ ഒരു സക്സസിൻ്റെ ഒരു നിദാനം എന്ന് പറയുന്നത് കേരളം നൽകിയിട്ടുള്ള ഒരു ചവിട്ടുപടി ഉണ്ടാവും. ഒരു പക്ഷേ കേരളത്തിൽ നിന്ന് നിങ്ങൾ സാംശീകരിച്ചുള്ള ഊർജ്ജമുണ്ടാവും. അത് പലപ്പോഴും അത് കേരളത്തിൽ വിനിയോഗിക്കാൻ പറ്റണമെന്നില്ല. അത് വേറെ സ്ഥലത്തായിരിക്കും പലപ്പോഴും നമ്മളത് വിനിയോഗിക്കുക. ഒരു പക്ഷേ കേരളം വിടേണ്ട സമയത്ത് നിങ്ങൾ രണ്ടുപേരും കേരളം വിട്ടു എന്നുള്ളതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ സക്സസിൻ്റെ നിദാനമായിട്ട് കാണിക്കുന്നത്. ബോസിന് തോന്നുന്നുണ്ടോ ഒരുപക്ഷെ ബോസ് ഇവിടെ ഈ പറഞ്ഞ അങ്കമാലിക്കടുത്തുള്ള ഗ്രാമത്തിൽ ജനിച്ച് അത്യാവശ്യം കലാജീവിതമായിട്ട് ഇവിടെ തട്ടിമുട്ടി കഴിഞ്ഞിരുന്നെങ്കിൽ ഇന്ന് എൻ്റെ മുമ്പിൽ ഇതുപോലെ മുംബൈയുടെ കലാലോകത്തെക്കുറിച്ചും ലോകത്തിൻ്റെ ആർട്ട് സർക്യൂട്ടിനെ കുറിച്ചും ഒക്കെ സംസാരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു തരത്തിലേക്ക് വരുമായിരുന്നു എന്ന്? എല്ലാം ഒരു നിമിത്തമാണ്. എല്ലാം നിമിത്തമാണ്. ബോസിൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു, യഥാർത്ഥത്തിൽ തങ്ങളുടെ അടുത്ത സുഹൃത്താണ്, പേര് വെളിപ്പെടുത്തരുതെന്ന് പറഞ്ഞു. ബോസിനെ കണ്ടാൽ തന്നെ അറിയാം അതൊരു ആർട്ട് ഫോം ആണെന്ന്. കണ്ടോ അവരെ രൂപം കണ്ടോ നിൽക്കുന്നത്? റിയാസല്ലോ പറഞ്ഞത്? റിയാസല്ല പറഞ്ഞത്, ഓക്കെ, വേറെ സുഹൃത്താണ്. ഒരു കോറിയോഗ്രാഫി ചെയ്തൊരു രൂപം സംഭവം, ആ കളറ്, ആ വസ്ത്രധാരണം, പിന്നെ കന്നഡയിൽ തന്നെയുണ്ടൊരു ചാതിരി. റിയാസ് ശ്രദ്ധിച്ചിട്ടില്ലേ അത് കന്നഡ? എന്താ അതിൻ്റെ രഹസ്യം? ഈ കന്നഡയുടെ ഒരു സ്ക്വയറും ഒരു റൗണ്ടുമാണ്. സിഗ്നിഫൈ സംതിങ്? എന്തെങ്കിലും തരത്തിലൊരു അർത്ഥ സംഭവം ഉണ്ടോ? എന്തെങ്കിലും മെസ്സേജ് അയക്കുന്നുണ്ടോ? ഇല്ല, മെസ്സേജ് ഇല്ല. അത് തരത്തിലുള്ള കാഴ്ചപ്പാടുകൾ എന്തെങ്കിലും തരത്തിലുള്ള എല്ലാത്തിലും ഒരു ഡിസൈൻ, എല്ലാത്തിലും കലയുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. ഒരുപക്ഷെ ഞാനൊരു കാർപ്പൻ്ററുടെ മകനായിട്ട് ജനിച്ചത് കൊണ്ട് എനിക്കൊരു പക്ഷേ വാസ്തുവിലും കലയിലും ആദ്യമേ താല്പര്യമുണ്ട്. അത് ക്രാഫ്റ്റിന്റെ ഭാഗമാണ്. ഓക്കെ. എല്ലാ ഇത്തരത്തിലും എല്ലാ കാര്യങ്ങളിലും, രാഷ്ട്രീയത്തിലും, രാഷ്ട്രീയ വസ്ത്രധാരണങ്ങളിലും എല്ലാത്തിലും ഡിസൈൻ ഉണ്ട്. മഹാത്മാഗാന്ധിയുടെ വസ്ത്രധാരണം അദ്ദേഹത്തിൻ്റെ കൺസെപ്ച്വൽ രീതിയിൽ പിക്കപ്പ് ചെയ്തിട്ടുള്ള മിനിമലിസ്റ്റിക് ആയിട്ടുള്ള വസ്ത്രധാരണമാണ്. ഓരോ രീതികളിൽ എനിക്ക് തോന്നുന്നത് എല്ലായിടത്തും കലയുണ്ട്. അത് കാണുവാനുള്ള കാഴ്ച ചെറിയൊരു തലത്തിൽ പോലും താങ്കൾ ഒരു കലയുടെ ഒരു പ്രതിബിംബത്തെ കാണുന്നുണ്ട് താങ്കൾ, അല്ലേ? താങ്കൾ ഉദ്ദേശിക്കുന്നത് പറ്റും. റിയാസിൽ നിന്നും ചില കാര്യങ്ങളിൽ ഒരു പരാജയമായിരിക്കുകയാണ് കേട്ടോ. റിയാസ് ഇനി എന്താ മനസ്സിൽ പറഞ്ഞതുള്ള ഞാൻ പിന്നീട് പറയാം. എന്തായാലും കൊച്ചിൻ ബിനാലെ എങ്ങനെ ഒരു ആശയം, ഒരുപക്ഷെ ആ ആശയം ഈ ഒരു രീതിയിലേക്ക് മൂർത്തമാകുമെന്ന്? നിങ്ങളെല്ലാം വളരെ അമൂർത്തമായ ലോകത്തെ വിവരിക്കുന്ന ആൾക്കാരാണ്. കല, പെയിൻറ്റിങ്, സ്കൾപ്ചർ എന്നൊക്കെ പറഞ്ഞാൽ പലപ്പോഴും അബ്സ്ട്രാക്റ്റാണ്. അതിൽ നിന്ന് ഒരുപാട് അർത്ഥതലങ്ങൾ മൂർത്തമായതിനേക്കാൾ കൂടുതൽ പ്രതിഫലിക്കുന്നു എന്ന് കലാരംഗത്തുള്ള നിരൂപകർ പറയുന്നുണ്ട്. പക്ഷേ ഒരാശയത്തെ ഈ രീതിയിലേക്ക് അതിനെ കൺവേർട്ട് ചെയ്തെടുക്കാൻ അതൊരു പക്ഷേ ഈ കഴിഞ്ഞ കാലങ്ങളിൽ ഈ കലാലോകത്തെ ഏറ്റവും സമ്പുഷ്ടമായിട്ടുള്ള ഒരു സാർത്ഥകമായിട്ടുള്ളൊരു പ്രവൃത്തിയാണ്. ഇത് ബിനാലെ ഒരു പുതിയൊരു ഐഡിയ അല്ല. നമ്മുടെ നാട്ടിൽ ട്രിനാലെ എന്നുള്ള 3 വർഷത്തിലൊരിക്കൽ നടക്കുന്ന കലാപ്രദർശനം ഡൽഹിയിൽ ഡോക്ടർ മുൽക്കരാജ് ആനന്ദും ഒക്ടോവിയോ പാസ്, the great Mexican writer, and also he used to be the bureaucrat. ആ സമയത്താണ് 1968 ആദ്യത്തെ ട്രിനാലെ നടക്കുന്നത്. ട്രിനാലെ ഒരു ബ്യൂറോക്രാറ്റിക് എക്സസൈസായി മാറുകയും പരാജയപ്പെടുകയും, കുറേ ട്രിനാലകൾ കണ്ടിട്ടുണ്ട്. അതിൽ 2 ട്രിനാല മാത്രമാണ് ഞാൻ പഠിക്കുന്ന കാലത്ത് ഒറിജിനൽ വർക്കുകൾ, വിവിധ രാജ്യങ്ങളിലുള്ള കലാകാരന്മാരുടെ വർക്കുകൾ കാണുവാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ടായിട്ടുള്ളത്. നമ്മൾ മുംബൈയിൽ പഠിക്കുന്ന സമയത്താണ് ട്രെയിൻ പിടിച്ചൊക്കെ മറ്റുള്ള സുഹൃത്തുക്കളോട് ഒരുമിച്ച് പോയി അത് കാണുന്നത്.
2005 വളരെയധികം കലാകാരന്മാർ 300ഓളം ആൾക്കാർ ഡെലിഗേറ്റ്സിൻ്റെ മീറ്റിങ്ങുകൾ 3 ദിവസം നടന്ന ചർച്ചകൾ കൊണ്ടും അതിനുശേഷം അവർക്ക് ദേ വാണ്ടഡ് ടു മേക്ക് എ ബിനാലെ ഇൻ ഡൽഹി. അൺഫോർച്ചുനേറ്റ്ലി 3 കോടി രൂപ പോലും അന്നത്തെ ഗവൺമെൻറ് അവർക്ക് കൊടുക്കാൻ തയ്യാറായിരുന്നില്ല. ചിത്ര പ്രദർശനത്തിന് 3 കോടി രൂപയോ എന്നുള്ള ചോദ്യങ്ങൾ. അത് വിവാൻ സുന്ദരം, ഗീത കപൂർ, രൺബീർ കലേക്ക ഇങ്ങനെയുള്ള മഹാന്മാരായിട്ടുള്ള ചിന്തകരും കലാകാരന്മാരും എല്ലാവരും ഒത്തുചേർന്നിട്ട് ശ്രമിച്ചൊരു കാര്യമാണ്. പരാജയപ്പെട്ടൊരു കാര്യം. വി ആർ പ്രൗഡ്. റിയാസ്, എങ്ങനെ ഈ ഐഡിയയിലേക്ക് എത്തി? ഏറ്റവും ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സംഭവം എന്ന് പറയുന്നത്, നമ്മൾ ഈ ഇതിൻ്റെ ഒരു ഹിസ്റ്റോറിക്കൽ പെർസ്പെക്റ്റീവ് നമ്മൾ സംസാരിക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ കേരളത്തിൻ്റെ ഒരു പൊളിറ്റിക്കൽ ഹിസ്റ്ററിയിൽ പല രീതികളിലും ഈ വളരെ ഒരു ഇൻ്റലക്ച്വൽ എൻഗേജ്മെൻറ്റ് പോസിബിൾ ആണെന്ന് ധരിച്ച്, അല്ലെങ്കിൽ കലാപ്രവർത്തനത്തിൻ്റെ പുതിയ മേഖലകളെ വീണ്ടും ഒരു സോഷ്യൽ റിനൈസൻസിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റുമെന്നുള്ള ധാരണയുള്ള ആളുകൾ ജീവിച്ചിരിക്കുന്ന സ്ഥലം തന്നെയാണ് കേരളം എന്ന് പറയുന്നത്. അപ്പോൾ കേരളം എന്നൊരു ക്യാൻവാസ് ആയിട്ടാണ് നിങ്ങൾ എടുത്തത്? അല്ല, അങ്ങനെയല്ല. ഞാൻ അതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് പറയുകയാണ്. ഇപ്പോൾ നമ്മൾ ഒരു ആർട്ടിസ്റ്റിൻ്റെ ഒരു ഓട്ടോണമിയെ പ്രൊട്ടക്റ്റ് ചെയ്തിരുന്ന അതുപോലെ തന്നെ ഒരു കലയിലൂടെയുള്ള മറ്റു പല രാഷ്ട്രീയ സാമൂഹിക സാധ്യതകൾ മനസ്സിലാക്കിയിരുന്ന, ഇന്ത്യ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ഒരു കമ്മ്യൂണിസ്റ്റ് ചിന്തകൻ എന്ന് പറയുന്നത് എൻ്റെ അഭിപ്രായത്തിൽ ഒരു PC ജോഷിയാണ്. അപ്പോൾ അദ്ദേഹം ഒരു സമയത്ത് ഒരു കലാകാരന്മാരെ ഒരു സാമൂഹിക ഇടപെടലിന് വേണ്ടിയിട്ട് പല രീതികളിലുള്ള, പ്രത്യേകിച്ച് സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായാലും മറ്റു പല മേഖലകളിലും അദ്ദേഹം ഒരു കലാകാരൻ്റെ ഒരു സ്വത്വം ഒരു ദേശീയ നിർമ്മാണത്തിന് ഉപയോഗിക്കാൻ പറ്റുമെന്നും അതുപോലെ മറ്റു രീതികളിലുള്ള ഇടപെടലുകൾക്ക് ഉപയോഗിക്കാൻ പറ്റുമെന്നുള്ള അതിൻ്റെ ഭാഗമായി നിപ്ത മൂവ്മെൻറ്റുകളും സംഭവങ്ങളൊക്കെ നടക്കുന്നത്. അതിനുശേഷം പിന്നെ കേരളം നമുക്ക് വേറൊരു കോണ്ടെക്സ്റ്റിൽ ഒരു പഠന വിഷയമാക്കി കഴിഞ്ഞാൽ നമ്മൾക്ക് മനസ്സിലാകുന്ന മറ്റു കാര്യങ്ങളെന്ന് പറയുന്നത് അത്തരം ചിന്തകൾ ഭയങ്കര ഊർജ്ജസ്വലമായിട്ട് നിലനിന്നിരുന്നൊരു സ്ഥലമാണത്. അതിൻ്റെ ഒരു കണ്ടിന്യൂവേഷനാണ്. നമ്മളിപ്പോൾ KCS പണിക്കരുടെ ചരിത്രം എടുത്താലും റാഡിക്കൽ മൂവ്മെൻറ്റ് ഹിസ്റ്ററി എടുത്താലും കേരളത്തിൽ നിന്ന് ഇവോൾവ് ചെയ്തിട്ടുള്ള ആർട്ടിൻ്റെ ഒരു ഹിസ്റ്ററി എന്ന് പറയുന്നത് അത്രയും ഡീപ്പ് റൂട്ടഡ് ആണ്. വളരെ സോഷ്യലി കമ്മിറ്റഡ് ആയിട്ട് ആർട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ജനറേഷൻ ഉണ്ട്. എനിക്ക് തോന്നുന്നു അതിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ പോലെയാണ് ഈ ഒരു കൺവെർസേഷൻ. ഞാൻ പറയുന്നത് MA ബേബിയെ കുറിച്ചിട്ടാണ്. അദ്ദേഹമായിട്ടുണ്ടായ ആ ഒരു കൺവെർസേഷൻ, അതാണ് ഇതിൻ്റെ ഒരു തുടക്കം എന്ന് പറയുന്നത്. ഒരു ആശയമാണ് എല്ലാത്തിൻ്റെയും നിദാനമായി വന്നത്. ഇവിടെ വേണമെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹം വരേണ്ട സമയമായിരിക്കണം. കേരളം ലോകത്തിന് നൽകിയ മഹാകലാകാരനാണ് രാജ രവിവർമ്മ. തൻ്റെ കലയുമായി അദ്ദേഹം ഒരുപാട് സഞ്ചരിച്ചിട്ടുമുണ്ട്. അദ്ദേഹം തൻ്റെ ഒരു ചിത്രശാല സ്ഥാപിക്കുകയും ചിത്രങ്ങൾ അച്ചടിച്ച് വലിയ വിഭാഗം ജനങ്ങൾക്ക് ലഭ്യമാക്കാനുള്ള ചില പുതിയ പരീക്ഷണങ്ങളിൽ ഏർപ്പെടുകയൊക്കെ ചെയ്തു. ആ കാലഘട്ടത്തിൽ ആ ചുറ്റുപാടിൽ നിന്നും ഒരുപാട് യാഥാസ്ഥികമായ ആക്രമണങ്ങൾ രാജാ രവിവർമ്മയ്ക്ക് നേരെ ഉണ്ടായി എന്നുള്ളത് ചരിത്രത്തിൻ്റെ ഭാഗമാണ്. ആധുനിക കാലഘട്ടത്തിൽ ഇന്ത്യൻ ചിത്രകലയ്ക്ക് ലോകപ്രസിദ്ധി നൽകിയ MF ഹുസൈൻ സാബിനും മറ്റൊരു ചരിത്ര മുഹൂർത്തത്തിൽ ഒരുപാട് ഹിംസാത്മകമായ ആക്രമണങ്ങൾ അദ്ദേഹത്തിൻ്റെ കലാസൃഷ്ടികൾക്ക് നേരെയും കലാമേഖലയിലെ അദ്ദേഹത്തിൻ്റെ സമീപനങ്ങൾക്കെതിരായിട്ടും ഉയർന്നു വരികയുണ്ടായി. ഇത്തരത്തിലുള്ള അസഹിഷ്ണുത കലാകാരൻ്റെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് നേരെ ചരിത്രത്തിൻ്റെ പല ഘട്ടങ്ങളിലും നമുക്ക് കണ്ടുമുട്ടാൻ കഴിയും. ഇതിനെതിരായ വിപുലമായ കലാകാരന്മാരുടെയും സാംസ്കാരിക പ്രവർത്തകരുടെയും സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള വലിയൊരു കൂട്ടായ്മ രൂപപ്പെടുത്തേണ്ടതില്ലേ? കലാകാരന്മാരെന്നുള്ള നിലയിൽ ഈ ചുമതലയിൽ നിങ്ങളുടെ സഹപ്രവർത്തകരെ അണിനിരത്താൻ ബിനാലെയുടെ വേദിയെ എത്രത്തോളം പ്രയോജനപ്പെടുത്താൻ കഴിയും എന്ന് പറയാമോ? ഈ ആശയം ഒരുപക്ഷെ
ബിനാലെ എന്നുള്ളൊരു ആശയം രൂപപ്പെട്ടത് എനിക്ക് തോന്നുന്നു ബേബിയുമായിട്ടുള്ള CMA ബേബിയുമായിട്ടുള്ള ഒരു വളരെ 2010 മെയ് 30 ആണെന്ന് തോന്നുന്നു. വൈകിട്ട് അദ്ദേഹം എഡ്യൂക്കേഷണൽ മിനിസ്റ്റർ ആയിരുന്നു ആ സമയത്ത്. എഡ്യൂക്കേഷൻ കൾച്ചർ, എഡ്യൂക്കേഷൻ ഓൾസോ കൾച്ചർ, 2 മിനിസ്റ്ററും. അദ്ദേഹം ബോറിവലിയിലെ നമ്മളുടെ വീട്ടിൽ വന്ന സമയത്ത് അദ്ദേഹം എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് ഫണ്ട് റേസിങ്ങിൻ്റെ കാര്യം സംസാരിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ ഒരുമിച്ച് വന്നതാണ്. ആ സമയത്ത് ഞാൻ പറഞ്ഞു അദ്ദേഹം വൈകിട്ടാണ് വന്നത്, ദൂരെ യാത്ര ചെയ്യണം, അദ്ദേഹത്തിന് പിറ്റേ ദിവസം രാവിലെ തന്നെ കൊച്ചിക്ക് ട്രിവാൻഡ്രത്ത് എത്താനുള്ളതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വൈ ഡോണ്ട് യു സ്റ്റേ ബാക്ക് വിത്ത് അസ്, നമ്മളുടെ നാട്ടുകാരായിട്ടുള്ള കലാകാരന്മാർ ഇവിടെയുണ്ട്, അവരെ പരിചയപ്പെടാം, അവരൊരുമിച്ച് നമുക്ക് ഭക്ഷണം കഴിക്കാം. ആ ഭക്ഷണ സമയത്താണ് കേരളത്തിന് വേണ്ടിയിട്ട്, നിങ്ങളൊക്കെ വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരാണ്, കേരളത്തിന് വേണ്ടി എന്തു ചെയ്യാൻ കലാ സാംസ്കാരിക മേഖലയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളൊരു ചോദ്യത്തിന് ഉത്തരമാണ് ബിനാലെ. അത് റിയാസാണ് ഒരു തരത്തിൽ സജസ്റ്റ് ചെയ്തത്. ബിനാലെ വുഡ് ബി ദ ബെസ്റ്റ് തിങ്. വി ഹാവ് ഇൻക്രെഡിബിൾ ഫിലിം ഫെസ്റ്റിവൽ ഇൻ ട്രിവാൻഡ്രം, ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ. വി ഹാവ് തിയേറ്റർ ഫെസ്റ്റിവൽ ഇൻ തൃശ്ശൂർ. നമ്മളുടെ ലിറ്ററേച്ചർ വൈസ് എല്ലാ തരത്തിലും നമ്മളുടെ സാഹിത്യ ലോകത്തെ എല്ലാവർക്കും അറിയാം. പക്ഷേ വിഷ്വൽ ആർട്ട് വരുമ്പോൾ ദർ ഇസ് നോ പേട്രണേജ്, ദർ ഇസ് നോ ഇൻഫ്രാസ്ട്രക്ചർ. ഒരു കാര്യം, മീഡിയോക്കറായിട്ടുള്ള എക്സിബിഷനുകൾ നടത്തുന്ന സ്ഥാപനങ്ങളാണ് നമുക്കുള്ളത്. അത് അറിവില്ലായ്മ കൊണ്ടുള്ള പ്രശ്നങ്ങളാണ്. ചെറിയ ചെറിയ സ്ഥാപനങ്ങൾക്ക് പോലും വലിയ കാഴ്ചപ്പാടുകൾ ഉണ്ടാക്കാൻ പറ്റുന്ന തെളിവുകളുള്ള സ്ഥാപനങ്ങൾ ഇന്റർനാഷണലി നമുക്ക് കണ്ടു കഴിഞ്ഞാൽ അറിയാം. ഫോർ എക്സാമ്പിൾ സെർപ്പന്റൈൻ ഗാലറി ഒരു 10,000 സ്ക്വയർ ഫീറ്റ് സ്പേസേ ഉള്ളൂ, നമ്മുടെ ലളിതകല അക്കാദമി പോലെ തന്നെ ഒരു സ്പേസ്. പക്ഷെ അവരുടെ ഡയറക്ടർ അല്ലെങ്കിൽ ക്യൂറേറ്റേഴ്സ്, അവരുടെ വിഷൻ അത് ലോകം മുഴുവനും. ബോസ്, അപ്പം ആ ആശയം മുന്നോട്ട് വെക്കുന്നു, റിയാസ് ബിനാലെ സജസ്റ്റ് ചെയ്യുന്നു, CMA ബേബിക്ക് ഒരു പക്ഷേ അതിനകത്ത് ഒരു സ്പാർക്ക് കാണാൻ കഴിയുന്നു. അവിടെയാണ് തുടങ്ങുന്നത്. ഈ വലിയൊരു മഹത്തായ ആശയം ബോറിവല്ലിയിൽ നിങ്ങളുടെ വാസസ്ഥലത്തുണ്ടായതാണ്. അതാണ് ഇങ്ങോട്ട് നിങ്ങൾ ട്രാൻസ്പ്ലാന്റ് ചെയ്തത്. റിയാസ് വേണമെങ്കിൽ വെനീസിലെ ബിനാലെയൊക്കെ ആയിരിക്കും മനസ്സിൽ സങ്കല്പിച്ചത്. പക്ഷേ വെനീസല്ല കേരളം, കേരളത്തിലും വെനീസൊക്കെ ഉണ്ടെങ്കിൽ പോലും വെനീസല്ല കേരളം എന്നുള്ള കാര്യം പിന്നീട് റിയാസും തിരിച്ചറിഞ്ഞു. ഇതിൽ വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവം എന്ന് പറയുന്നത്, ഇപ്പോൾ ഞാൻ കേരളത്തിൽ നിന്ന് ബോംബെയിലേക്ക് ചിത്രകല പഠിക്കാൻ പോകുന്ന വർഷം എൻ്റെ ഒരർത്ഥത്തിൽ ഞാനിവിടെ ഇരിക്കുന്നതിൻ്റെ കാരണം തന്നെയാണ്. ഒരു കാരണം, ഈ 92-ലാണ് ഞാൻ ചിത്രകല പഠിക്കാൻ വേണ്ടിയിട്ട് ബോംബെയിലേക്ക് പോകുന്നത്. ഈ 92-ൽ തന്നെയാണ് ഇന്ത്യയുടെ ചരിത്രം മാറ്റിമറിക്കുന്ന കലാപങ്ങൾ ഉണ്ടാകുന്നതും ബാബറി മസ്ജിദ് പൊളിക്കുന്നത് ഞാൻ പോയി അവിടെ റിപ്പോർട്ട് ചെയ്തതാണ്. അതെ. അപ്പോൾ ഇത് ചില ആ ഒരു ജനറേഷനിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ആഘാതമുണ്ട്. ഇപ്പോൾ എൻ്റെയൊക്കെ ഒരു കോൺട്രാസ്റ്റ് ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഈ ഒരു സംഭവവുമായിട്ട് വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. എൻ്റെ വർക്കുകളിൽ പിന്നീട് വന്നിട്ടുള്ള എല്ലാ ആർഗ്യുമെൻറ്റുകളും ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ അത് വേറൊരർത്ഥത്തിൽ എനിക്ക് ഒരു കണ്ടിന്യൂസ് ആർഗ്യുമെൻറ്റിൻ്റെ ഭാഗമായിട്ട് മനസ്സിൽ കൊണ്ടു നടന്നിരുന്നൊരു കക്ഷിയാണ് ഞാൻ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് കേരളത്തിൻ്റെ കൾച്ചറൽ ഹിസ്റ്ററിയിൽ താല്പര്യം വരികയും ഈ മറ്റു പല കാര്യങ്ങൾക്കുമുള്ള ഒരു സൊല്യൂഷൻ അവൈലബിൾ ആയിട്ടുള്ളൊരു സ്പേസാണ് കേരളം എന്നുള്ളൊരു തോന്നലുണ്ടാകുന്നത്. അപ്പോൾ ആ ഒരു തോന്നലിൽ തന്നെയാണ് കൊച്ചിയുടെ മൾട്ടി കൾച്ചറലിസത്തെ കുറിച്ച് പഠിക്കാനുള്ള താല്പര്യങ്ങൾ ജനിക്കുന്നതും ആ ഒരു ഡയറക്ഷൻ. റിയാസി ബിനാലെ എന്നുള്ളൊരു ആശയം മുന്നോട്ട് വെക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനു മുമ്പ് കേരളത്തിൻ്റെ ഒരു ക്യാൻവാസിൽ അല്ലെങ്കിൽ കൊച്ചിയുടെ ഒരു പ്രതലത്തിൽ നിന്നുകൊണ്ട് എന്തെങ്കിലും ഒരു ആശയം നേരത്തെ ഉണ്ടായിരുന്നു? ഞാൻ പല രീതികളിലുള്ള പ്രൊജക്റ്റുകൾ ഇതിന് മുമ്പ് ചെയ്തിട്ടുണ്ട്. അതിലൊന്ന് പ്രധാനപ്പെട്ട ഒരു പ്രൊജക്റ്റ് എന്ന് പറയുന്ന ഫെയ്ത്ത് അക്കംപ്ലി എന്ന് പറയുന്ന ഒരു എക്സിബിഷനാണ്. അതിലാണ് ഫാദേഴ്സ് ബാൽക്കണി എന്ന് പറയുന്ന ഒരു വർക്ക് ചെയ്യുന്നത്. പിന്നെ അതിനുശേഷമാണ് കൾട്ട് ഓഫ് ഡെഡ് ആൻഡ് മെമ്മറി ലോ, ശ്രീനാരായണ ഗുരുവിൻ്റെ കേരളവുമായിട്ടുള്ള ഒരു അഭേദ്യമായിട്ടുള്ള ഒരു ബന്ധത്തെക്കുറിച്ചിട്ടുള്ള ഒരു പ്രൊജക്റ്റ് ചെയ്യുന്നത്. പിന്നെ മറ്റു പല സംഭവങ്ങൾ. ഞാൻ പറഞ്ഞു വരുന്നത് എൻ്റെ വർക്കിൻ്റെ ഒരു ഡയറക്ഷനിലേക്കല്ല, നമ്മുടെ ഒരു കാലഘട്ടത്തിന് ആവശ്യമുള്ള ഒരു റെലവൻ്റ് ആയിട്ടുള്ള ഒരു പ്രൊജക്റ്റിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഈ ബിനാലെയുടെ ഒരു സൈറ്റായിട്ട് നമ്മൾ കൊച്ചിയെ ഐഡൻറ്റിഫൈ ചെയ്യുന്നതിൻ്റെ പുറകിലുള്ള ഏറ്റവും വലിയ കാരണങ്ങളിലേക്കാണ് നമ്മൾ കടക്കേണ്ടത്. അത് മുസ്ലിസിനോടുള്ള അതിൻ്റെ പൊക്കിൾക്കൊടി ബന്ധം,
കൊച്ചിയുടെ ഒരു മൾട്ടി കൾച്ചറൽ സ്വഭാവം, ഒരു കോസ്മോപൊളിറ്റൻ ലെഗസി, അതുപോലെ മുസിറിസിലൂടെ നമ്മൾ പഠിച്ചെടുത്തപ്പോൾ വത്തിക്കാനിൽ ക്രിസ്ത്യാനിറ്റി വരുന്നതിന് മുമ്പ് കേരളത്തിൽ ക്രിസ്ത്യാനിറ്റി എത്തിയിരുന്നു. അപ്പോൾ അത്തരം സംഭവങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള നമ്മളെ മലയാളി എന്നുള്ള രീതിയിൽ മലയാളിയുടെ കൃത്യമായിട്ടുള്ള സ്വത്വം എന്താണെന്ന് നമ്മൾ അന്വേഷിച്ച് പോയി കഴിയുമ്പോൾ നമ്മൾ എത്തിപ്പെടുന്നതിൻ്റെ വിസ്താരം വളരെ വലുതാണ്. അത് വേറൊരർത്ഥത്തിൽ വളരെ കോൺഫ്ലിക്റ്റിംഗ് ആയിട്ടുള്ള ഒരു സമയത്ത് നമ്മൾക്ക് ഒരു പുതിയൊരു ഐഡിയോളജിയെ ഫോളോ ചെയ്യാനായിട്ട് വളരെ ലിബറൽ ആയിട്ടുള്ള ഒരു കോഎക്സിസ്റ്റൻസിൻ്റെ ഒരു ഐഡിയോളജിയെ പുതിയ ലോകത്തിന് സമ്മാനിക്കാൻ പറ്റുന്ന ഒരു സൈറ്റായിട്ടാണ് നമ്മൾ ബിനാലയുടെ സൈറ്റിന് വലിയൊരു ദീർഘകാലത്തെ ഒരു പൈതൃകമുണ്ട്, അതേസമയം തന്നെ വലിയൊരു വാണിജ്യപരതയും ഒരുപക്ഷെ കൊച്ചിയെ ചൂഴ്ന്നു നിൽക്കുന്നു. ഒരു കൊടുക്കൽ വാങ്ങലിൻ്റെ സിറ്റി എന്ന നിലയിൽ സ്വാഭാവികമായിട്ടും അതിൻ്റെതായിട്ടുള്ള എല്ലാ ചേരുവകളുമുണ്ട്. അതേസമയം വിശാലമായിട്ടുള്ള ഒരു സാമൂഹ്യ സാംസ്കാരിക പരിപ്രേക്ഷ്യവും കൊച്ചിക്കുണ്ട്. അതിൽ വേറൊരു സംഭവം കൂടി ഇതിൽ കൂട്ടി വായിക്കേണ്ടതെന്ന് പറയുന്നത്, ഇപ്പോൾ ബിനാലെ തുടങ്ങുന്നതിനും 5 വർഷം മുമ്പാണ് ശരിക്കും മുസിറിസ് പൈതൃക പദ്ധതി കേരള സംസ്ഥാന ഗവൺമെൻറ് ഇനീഷ്യേറ്റ് ചെയ്യുന്നു. KN പണിക്കരുടെ ഒരു വിഷനോട് കൂടിയിട്ട് PJ ചെറിയാൻ സാറൊക്കെ ഇതിനു വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നത്. ആ പ്രൊജക്റ്റ് വെളിപ്പെടുത്തി തന്ന ഒരു ചരിത്രബോധം വേറൊരു രീതിയിൽ ഒരു ലോക ജനതയെ അറിയിക്കുന്നതിന് ബിനാലെ വളരെയധികം കാരണമായിട്ടുണ്ട്. അതൊരു പുതിയ ഒരു കണ്ടംപററി കോണ്ടെക്സ്റ്റിൽ പ്രത്യേകിച്ച് യുവാക്കളുടെ ഇടയിൽ അവർ ജീവിച്ചിരിക്കുന്ന ഒരു പ്രദേശത്തിൻ്റെ ചരിത്രബോധത്തെ മനസ്സിലാക്കാനായിട്ട് ബിനാലെ പോലുള്ള ഒരു കണ്ടംപററി കോണ്ടെക്സ്റ്റിൽ ഒരു കണ്ടംപററി ആയിട്ടുള്ള അല്ലെങ്കിൽ പുതിയ ഒരു നൂതനമായിട്ടുള്ള ഭാഷകൾ ഉപയോഗിക്കുന്ന കലാകാരന്മാരുടെ കൂട്ടായ്മ വേറൊരർത്ഥത്തിൽ സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ഇത് കലയെ റിവൈവ് ചെയ്യുക എന്ന് മാത്രമല്ല, ഇതൊരു ഫെസ്റ്റിവൽ എന്നുള്ള രീതിയിലല്ല നോക്കിക്കാണാതെ ഒരു കൾച്ചറൽ റിവൈവലിൻ്റെ ഒരു കേരളത്തിലൂടെ ഒരു റിനൈസൻസിൻ്റെ ഒരു സാധ്യതയാണ്, ഒരു റിനൈസൻസിന്റെ സാധ്യത. ബോസ് എന്ന് വെച്ചാൽ നിങ്ങൾ ഞാൻ പറഞ്ഞു വരുന്നത് വേറൊന്നുമല്ല. ഞാൻ ദീർഘകാലമായിട്ട് ഡൽഹിയിൽ സെറ്റിൽ ചെയ്തിട്ടുള്ള ആളാണ്. അതുകൊണ്ട് സ്വാഭാവികമായിട്ട് നിങ്ങളെപ്പോലെ പല ആൾക്കാരും നമുക്കറിയാം. അവരെല്ലാം ഒരു പ്രത്യേക ഘട്ടം കഴിയുമ്പോൾ അവരുടേതായ ഒരു ലോകത്തേക്ക് ഇങ്ങോട്ട് മാറും. അത് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അത് ആ പ്രതലം അവർക്ക് സമ്മാനിക്കുന്ന ഒരു സാമൂഹ്യപരമായിട്ടുള്ള ഒരു നിലനിൽപ്പാണ്. നിങ്ങൾ രണ്ടുപേരും സ്വാഭാവികമായിട്ടും മുംബൈയുടെ എല്ലാ സാധ്യതകളെയും വിനിയോഗിച്ച ആൾക്കാരാണ്. ഇപ്പം ബോസ് കുറച്ച് കാലം മുമ്പ് അവിടെ എത്തപ്പെട്ടു, പല പരീക്ഷണങ്ങളിലൂടെയും കടന്നുപോയി. രണ്ടുപേരും ഒരു കലാലയത്തിലാണ് പഠിച്ചത്, അല്ലെ? JJ സ്കൂളിൽ രണ്ടുപേരും പഠിച്ചു. വളരെ ചെറിയ നിലയിൽ നിന്ന് ബോസ് കുതിച്ചുയർന്നു. പിന്നെ എനിക്ക് തോന്നുന്നു ഞാൻ ബോസിനെ കുറിച്ചൊക്കെ ഇപ്പം പഴയ ചില താളുകളൊക്കെ പരിശോധിച്ചപ്പോൾ പഴയ ഇല്ലസ്ട്രേറ്റീവ് വീക്കിലിയിൽ പോലും ബോസ് നിറഞ്ഞു നിന്നൊരു കാലഘട്ടമുണ്ട്. പണ്ട് പ്രതീഷ് തന്തിയൊക്കെ എടുത്തതായിരിക്കുന്ന സമയത്ത്. അപ്പം ആ ഒരു രീതിയിൽ നിന്ന് വലിയ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു പെയിന്ററായിട്ട് മാറുന്നു. ഇതെല്ലാം കഴിഞ്ഞ ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റിന്റെ ഒരു പ്രതലം പെട്ടെന്ന് ബോസിലേക്ക് വരാൻ വേണ്ടിയുള്ള അതിനകത്തൊരു എന്തൊരു എന്താ പറയാ, ഒരു വൈരുദ്ധ്യാത്മിക പ്രതിവാദം എന്തൊരു സംഭവത്തോണ്ട് പെട്ടെന്നൊരു വേറൊരു ലൈനിലേക്ക് വരാൻ വേണ്ടിയിട്ട് അത് പ്യുവർലി അത് ആരാ പറഞ്ഞ പോലെ ഞാനൊരു ഒരു നിമിത്തം എന്ന് പറയില്ല, പക്ഷെ എവിടെയെങ്കിലും ഒന്ന് കിടപ്പുണ്ടായിരിക്കണമായിരുന്നു, എവിടെയെങ്കിലും ഒരു കിടപ്പുണ്ടാകുമായിരിക്കും, ആരെങ്കിലും ഒന്ന് ഹാർനസ് ചെയ്യാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്നതായിരിക്കാം. അതെയോ ഇതിനെ വേറൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് കണ്ടതാണ്. അങ്ങനെ പല ആൾക്കാരും എനിക്ക് തോന്നുന്നു ബോസിന്റെ ഒരു കോണ്ടെക്സ്റ്റിൽ ഞാൻ ആദ്യം പറഞ്ഞ കാരണങ്ങളുടെ കണ്ടിന്യൂഷൻ ആയിട്ട് ബോസിന്റെ കോണ്ടെക്സ്റ്റ് വേറെ രീതിയിൽ നോക്കിക്കാണുന്ന കക്ഷിയാണ്. കാരണം ബോസിന് ബോസ് ഒരു 360 ഡിഗ്രി ആർട്ടിസ്റ്റാണ്. എല്ലാ കാര്യങ്ങളെ കുറിച്ചിട്ടും പല രീതികളിലും, പ്രത്യേകിച്ച് ഒരു ആർട്ട് പ്രാക്ടീസിന്റെ മറ്റു പല രീതികളിലുള്ള സാധ്യതകളെ, പ്രത്യേകിച്ച് ഇന്ത്യൻ ആർട്ട് കോണ്ടെക്സ്റ്റിൽ എന്താണ് ആവശ്യമെന്ന് നിരന്തരം ആർഗ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കക്ഷിയാണ്. ആ ഒരു കോണ്ടെക്സ്റ്റിലാണ്, ആ ഒരു കോണ്ടെക്സ്റ്റിൽ ഇപ്പോൾ ബോസിന്റെ പല പ്രൊജക്റ്റുകളും ബോംബെ ഇൻറ്റു 17, ഡബിൾ എൻഡേഴ്സ് പ്രോജക്ട്, ലാവ പ്രോജക്ട്, ഇതിലൊക്കെ ബോസ് കാണിച്ചിട്ടുള്ള ഒരു എന്താ പറയാ ഒരു സോഷ്യൽ ഇത്തരം ഈ പ്രൊജക്ടുകളിലൂടെ ഒരു വളരെ ഇന്റലക്ച്വൽ ആയിട്ടുള്ള പ്രാക്ടീസുകൾക്ക് മാത്രം സ്പേസ് കൊടുക്കുന്ന, അതിനെ മാത്രം വാഴ്ത്തുന്ന ഒരു ഇന്ത്യൻ ആർട്ട് കോണ്ടെക്സ്റ്റിൽ വേറൊരു രീതിയിൽ ഒരു ലിബറൽ അപ്രോച്ചിലൂടെ ഒരു റിവോൾട്ടിംഗ് ടെൻഡൻസി കാണിച്ചിട്ടുള്ള ഒരു ആർട്ടിസ്റ്റാണ് ബോസ് ഹിസ്റ്റോറിക്കലി. അത് എനിക്കറിയില്ല മലയാളികൾ എത്രത്തോളം റിയലൈസ് ചെയ്തിട്ടുണ്ട്. ഒരു ഇന്ത്യൻ ലാർജർ ആർട്ട് കോണ്ടെക്സ്റ്റിൽ ആ ഒരു കോൺട്രിബ്യൂഷന്റെ ഒരു എക്സ്റ്റൻഷൻ തന്നെയാണ് അത്തരം ആർഗ്യുമെന്റുകളുടെ. ഇപ്പൊ ബോംബെ ഇൻറ്റു 17 ഷോ കൊച്ചിയിൽ നടന്നതാണ്. ഡബിൾ എൻഡേഴ്സ് എക്സിബിഷൻ ഇന്ത്യ മുഴുവൻ ട്രാവൽ ചെയ്ത കേരളത്തിലെ 69 മലയാളി ആർട്ടിസ്റ്റുകളുടെ പ്രൊജക്റ്റാണ്.
അതൊക്കെ ചെയ്യുന്നതിന്റെ കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ മലയാളികളുടെ ഈ ഒരു ആർട്ട് വേൾഡിൽ മലയാളി ചെയ്തിട്ടുള്ള കോൺട്രിബ്യൂഷന്റെ ഒരു അന്തസ്സത്തെ മനസ്സിലാക്കാനായിട്ടാണ്. അപ്പൊ അത്തരം പദ്ധതികൾ ഞങ്ങളുടെ ഒരു കൊലാബറേഷന്റെ ഒരു വൈബ്രൻസിയെ കുറിച്ച് പറയും കൂടിയാണ് ചെയ്യുന്നത്. കാരണം ഇപ്പൊ രണ്ട് രീതിയിലുള്ള ഒരു ആർട്ടിനോടുള്ള, അതുപോലെ ഒരു ആർട്ടിലൂടെ ഒരു സോഷ്യൽ റിഫോം സാധ്യമാണെന്നുള്ള സംഭവങ്ങൾ കൃത്യമായിട്ട് സ്വന്തം പ്രാക്ടീസിലൂടെ തെളിയിച്ചിട്ടുള്ള ആളുകളാണ്. ഇപ്പൊ ബോസിന്റെ പ്രവർത്തനത്തിലൂടെ പല യുവ കലാകാരന്മാരും കേരളത്തിൽ പൊന്തി വന്നിട്ടുണ്ട്. ഇന്ത്യയിൽ പല രീതിയിലുള്ള സാധ്യതകൾ അവർക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഒരു കണ്ടിന്യൂവേഷൻ ഉണ്ട്. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞതിന്റെ ഒരു കണ്ടിന്യൂവേഷൻ ആയിട്ട് എനിക്ക് പറയേണ്ട ഒരു കാര്യം കൂടിയാണ്. ഈ ഒരു ആശയത്തെ ബോസ് റിയാസിനൊപ്പം നെഞ്ചിലേക്ക് ഏറ്റുവാങ്ങുമ്പോൾ താങ്കളുടെ കലാപരമായിട്ടുള്ള ഒരു കമ്മിറ്റ്മെന്റിന്റെ ഒരു എക്സ്റ്റൻഷൻ ആയിട്ടാണ് ബോസ് അതിനെ കണ്ടത്. ബോസ്, നിങ്ങൾ തമ്മിൽ വളരെ ദീർഘകാലത്തെ ബന്ധമുണ്ട് അല്ലെ? 1992 റിയാസ് എന്റെ സ്റ്റുഡിയോയിൽ വരുന്നത്. ഐ വാസ് ത്രോൺ ഔട്ട് ഓഫ് കോളേജ്. സ്വാഭാവികമായിട്ടും ജെ സ്കൂൾ ഓഫ് ആർട്സിലെ ബോംബെ യൂണിവേഴ്സിറ്റിയിലെ ഹയസ്റ്റ് സ്കോറോട് കൂടിയിട്ടാണ് ഞാൻ അവിടെ ജയിക്കുന്നത്. അത് ഫസ്റ്റ് റാങ്ക് സ്റ്റുഡന്റ്. ഫസ്റ്റ് റാങ്ക് കിട്ടുന്ന അല്ലെങ്കിൽ ഫസ്റ്റ് ക്ലാസ് ഫസ്റ്റ് കിട്ടുന്ന ആദ്യം ബോസ് അവിടെ പോയി ശ്രമിച്ചിട്ട് പിന്നെ കിട്ടാതൊക്കെ വന്നിട്ടില്ലേ? 85 അതാണ് 85 പിന്നീട് ആ അധ്യാപകരെല്ലാം പോയ ശേഷമാണ് ബോസ് രണ്ടാമൂടെ കയറി പറ്റിയത്. അധ്യാപകർ അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ എനിക്ക് ബോസ് രൂപം പറഞ്ഞിട്ടുണ്ടാവും. അഡ്മിഷൻ കൊടുക്കാതിരുന്നതിന്റെ കാരണം രസമാണ്. കാരണം ബോസിന് അന്ന് ലളിത അക്കാദമിയുടെ അവാർഡ് കിട്ടിയിരുന്നു. പിന്നെ നീ എന്തിനാ പഠിക്കുന്നത്? അവരോടൊപ്പം നിൽക്കാനുള്ള ഒരു ശേഷി താങ്കൾക്ക് ഉണ്ട് എന്നൊരു തിരിച്ചറിഞ്ഞിട്ടുണ്ടാവും. എനിക്ക് തോന്നുന്നു എന്റെ റിലേഷൻഷിപ്പ് എന്നെ ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ത്രോയിങ് ഔട്ട് ഓഫ് ദ കോളേജ് റസ്റ്റിക്കേഷൻ നടക്കുന്ന സമയത്ത് 3 ദിവസത്തിനകം എനിക്ക് കാരണം സഫ്ദർ ഹഷ്മി മെമ്മോറിയൽ ട്രസ്റ്റിന്റെ ഒരു എക്സിബിഷൻ ബോംബെയിൽ വന്നിരുന്നു. ആ സമയത്ത് ഞാനാണത് അസാമത്തിന്റെ 300 കലാകാരന്മാരുടെ ചെറിയ ചിത്രങ്ങളുടെ എക്സിബിഷന് 20 കലാകാരന്മാരുടെ ലാർജ് പ്രോജക്റ്റ് ഹാങ്ങിങ് പെയിന്റിങ്ങുകളാണ്. സോ ഐ വാസ് കോർഡിനേറ്റിംഗ്. കോളേജിൽ എന്തെങ്കിലും കാര്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ ഐ വാസ് ഓൾസോ ടീച്ചിങ് ദ സെയിം ടൈം. ഞാൻ അവിടെ ഒരു വർഷം ഫെലോഷിപ്പ്, അതായത് ഫസ്റ്റ് റാങ്ക് കിട്ടുന്ന ആൾക്ക് ഒരു വർഷത്തെ ഫെലോഷിപ്പ് കിട്ടും. വലിയ തുകയൊന്നുമില്ല, പക്ഷേ ഇറ്റ് ഈസ് കൈൻഡ് മോസ്റ്റ് റെസ്പെക്റ്റഡ് തിങ്. അപ്പൊ ആ സമയത്താണ് ഈ സഫ്ദർ ഹഷ്മി മെമ്മോറിയൽ ട്രസ്റ്റിന്റെ ഈ പ്രൊജക്ട് വരുന്നത്. അത് കാണിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തിൽ നമിത ദേവി ദയാൽ, ഷീ ഈസ് ഓൾസോ റൈറ്റർ ആൻഡ് ജേർണലിസ്റ്റ്, ഷീ ആസ്ക്ഡ് മീ സർട്ടൻ ക്വസ്റ്റ്യൻസ് അബൌട്ട് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ. I was a faculty member as well as I was doing my masters there. ആ ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങളാണ് എന്നെ പുറത്താക്കാനുള്ള കാരണം. പബ്ലിഷ് ചെയ്യപ്പെട്ട ടൈംസ് ഓഫ് ഇന്ത്യയിൽ വന്നു, അതിന് ആൻസർ കൊടുക്കണം. ഐ ഗോട്ട് എ ഫസ്റ്റ് മെമ്മോ ആൻഡ് ദ സെക്കൻഡ് മെമ്മോ വാസ് ഓൺ എൻ ഏപ്രിൽ ഫുൾ ഡേ saying that you are rusticated, you have to leave in 3 days time. 3 ദിവസം കൊണ്ട് നിങ്ങൾ ഹോസ്റ്റൽ വിടണം, കോളേജിൽ പ്രവേശനമില്ല. I was അങ്ങനെയൊക്കെ ചോദിച്ച വയസ്സൊക്കെ തിരിച്ചറിയുമ്പോൾ ഐ വാസ് ജോയിൻ ഇൻ JJ when I was 24. 22ാമത്തെ വയസ്സിലാണ് എനിക്ക് അവാർഡ്, ലളിത കലാ അക്കാദമി അവാർഡ് 85 കിട്ടുന്നത്. വിപ്ലവകാരിക്ക് വേണ്ട വയസ്സാണോ എന്ന് അറിയാൻ വേണ്ടി ചോദിച്ചാൽ, വിപ്ലവം എല്ലാ സമയവും വിപ്ലവകാരികളുടെ വീട്ടിൽ ജനിച്ചു വളർന്ന ഒരാളാണ്. ഐ മീൻ വിശ്വസിക്കുന്ന ഒരാളാണ്, ഗ്രാമത്തെ തിരിച്ചറിയുന്ന ഒരാളാണ്, സമൂഹത്തെ തിരിച്ചറിയുന്ന, രാഷ്ട്രീയത്തെ തിരിച്ചറിയുന്ന ഫാമിലിയിലുള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് കേരളം തന്നെ ഐ ഡോണ്ട് കെയർ ആൻഡ് ഓൾസോ there were lot of huge committee, അത് lots of artists, വളരെയധികം ആർട്ടിസ്റ്റുകളും സീനിയർ ആർട്ടിസ്റ്റുകളും. മുംബൈയെ പറ്റി പറയുമ്പോൾ എനിക്ക് ആർട്ടിസ്റ്റുകളെ പറ്റി പറയാനുള്ളത്, അവിടെ പ്രായം ഒരു പ്രശ്നമല്ല. ഞാൻ ചെലവഴിച്ചിട്ടുള്ള സമയങ്ങൾ, സുന്ദരമായിട്ടുള്ള സമയങ്ങൾ, അത് പ്രായം നോക്കിയിട്ടല്ലായിരുന്നു. അക്ബർ പദംശ്രീ, ലക്ഷ്മൺ ശ്രേഷ്ഠ, യു ടേക്ക് എനി നെയിം, എല്ലാവരുമായിട്ട്, അത് ഫിൽം മേക്കേഴ്സായിട്ട് ഗോവിന്ദൻ നിഹ്ലാനി ആയാലും ഏതൊരു കലാകാരനായാലും ആർക്കിടെക്റ്റുകളായാലും നമ്മൾക്ക് മറ്റുള്ള കലാകാരന്മാരുമായിട്ടും തിയേറ്ററിന്റെ ആർട്ടിസ്റ്റുകളുമായിട്ടും വളരെയധികം അടുപ്പം നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. അത് നമ്മളുടെ ഒരു വി ആർ പാഷനേറ്റ് അബൌട്ട് ഇറ്റ്. ഞാൻ പാഷനേറ്റ് ഇല്ലെങ്കിൽ ഒരു കാര്യവും നടക്കത്തില്ല. ഐ വാസ് ഓൾവേസ് ഇൻ ടു സീയിങ് ദീസ് കൈൻഡ് ഓഫ് തിങ്. അപ്പോൾ സ്റ്റുഡിയോകൾ, ഈ അക്ബർ പദംശ്രീ 80+ ആർട്ടിസ്റ്റുകളൊക്കെ നമ്മൾക്ക് സമയം തന്നത്
അവരിൽ നിന്ന് ഞാൻ പഠിച്ചിട്ടുള്ളത്. അവർ സ്റ്റുഡിയോയിൽ പോയിട്ടുള്ളത്. അന്നത്തെ കാലത്തെ സ്റ്റുഡിയോ എന്നൊക്കെ പറഞ്ഞ ചെറിയ ചെറിയ ഫ്ലാറ്റുകളാണ്. അപ്പൊ എല്ലാവരും തന്നിട്ടുള്ള അറിവാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ആ നെറ്റ്വർക്ക്. ഒരുപക്ഷെ നെറ്റ്വർക്ക് റിയാസ് വരുന്നു, നമ്മൾ അങ്ങോട്ട് പോകുന്നു. റിയാസ് വരുന്നത് ആ നെറ്റ്വർക്കിന്റെ ഒരു ഭാഗമായിട്ടാണ്. അദ്ദേഹം ഒരു കളക്ടറാണ്. അദ്ദേഹം ജഹാംഗീർ നഗരി ഈസ് എ ബിഗ് കളക്ടർ, ആർട്ട് കളക്ടർ. അപ്പൊ അദ്ദേഹം പറഞ്ഞു, സാരമില്ല, എന്നുണ്ട് പുറത്ത് കോളേജിൽ നിന്ന് പുറത്തു വിട്ടാൽ എന്താ, ഐ ഗിവ് എ സ്റ്റുഡിയോ സ്പേസ്. വേറൊരാളും മിസ്റ്റർ മഹേന്ദ്ര ദോഷി യൂസ് ടു ഹാവ് എ ഫർണിച്ചർ ഷോപ്പ്, അതായത് ആന്റിക് ഫർണിച്ചറിന്റെ വലിയ ഷോപ്പുള്ള ഒരാൾ. സോ ഐ വാസ് സ്റ്റേയിങ് ഇൻ ഐ ഗോട്ട് എ പ്ലേസ്. ഇവിടുത്തെ ഏറ്റവും ബോംബെയിലെ ഏറ്റവും റിച്ച് ആയിട്ടുള്ള ആൾക്കാർ താമസിക്കുന്ന ഏരിയയിൽ ഒരു ഫ്ലാറ്റ് എനിക്ക് ഫ്രീ ആയിട്ട് തരുന്നു. അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ താമസിക്കുന്നു, ഭക്ഷണം തരുന്നു, എല്ലാ കാര്യങ്ങളും. സോ പീപ്പിൾ വർ ദേർ ടു സപ്പോർട്ട് മീ ഇൻ എവറി സെൻസ് ബിക്കോസ് ദേ ബിലീവ്ഡ് ഇൻ വാട്ട് ഐ യൂസ് ടു ഡു ഇറ്റ്. നമ്മുടെ റിലേഷൻഷിപ്പും അത് കലാസംബന്ധമായിട്ടുള്ള പ്രവർത്തനങ്ങളും മേ ബി കുട്ടികൾ ഞാൻ പഠിക്കുന്ന കാലത്താണ് അവർ താങ്കളുടെ കലാപരമായ ഒരു സ്ഥിതി തിരിച്ചറിഞ്ഞിരുന്നോ? അതുകൊണ്ടായിരിക്കും അവർ സ്വാഭാവികമായിട്ടും. അതെ, എല്ലാവരും കോളേജിനെതിരായിട്ട് സിഗ്നേച്ചർ ക്യാമ്പയിൻ ഒക്കെ നടത്തിയതാണ്. ഗാലറിസ്റ്റുകൾ നടത്തി. ഈവൻ പ്രതീഷ് നന്ദി സൈൻഡ് അഗെയിൻസ്റ്റ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ. ബിക്കോസ് ഐ വാസ് ട്രൈങ്. ഞാൻ പഠിക്കുന്ന കാലത്ത് വൈകിട്ട് ജോലിക്ക് പോകുന്നെന്ന് പറഞ്ഞാൽ സ്കെച്ച് ചെയ്യാൻ വേണ്ടിട്ട് 5 minute സ്കെച്ച് 10 രൂപ കിട്ടും ഒരു സ്കെച്ചിന്. മാസം ഒരു 2-3 രൂപയൊക്കെ വരുമാനം, അതിൽ കൂടുതലൊക്കെ ഉണ്ടായി. കിട്ടിയത് മുഴുവൻ സുഹൃത്തുക്കൾക്കും ബുക്കിനും അതിനു വേണ്ടിട്ടൊക്കെ ചെലവാക്കി. ജീവിതത്തെ ആഘോഷപൂർണ്ണമാക്കാൻ വേണ്ടി ചെലവഴിച്ചു. ജീവിക്കാൻ വേണ്ടിയിട്ട്. ആഘോഷം അതിന്റെ ഭാഗമായിട്ട് പോകുന്നതാണ്. ജീവിച്ചു. ഐ വോണ്ട് സേ സ്ട്രഗിൾ. ഞാൻ എൻജോയ് ചെയ്യുന്ന ഒരു കാര്യമായിരുന്നു സ്കെച്ച് ചെയ്യുക. അത് കസ്റ്റമേഴ്സിന്റെ സ്കെച്ച് ചെയ്യുക, ആൾക്കാരുടെ ഭാഷ തന്നെ. എനിക്ക് മലയാളം മാത്രം സംസാരിക്കാൻ ഏതെങ്കിലും ഒരു ഗിവൺ പോയിന്റിലാണോ അതെയോ പ്ലേസ്? ഒരാള് മേള റെസ്റ്റോറന്റ് എന്ന് പറയുന്ന സ്ഥലമാണ്, വർലിയിലാണ്, ബാൻഡ്രയിലാണ് ഞാൻ താമസിച്ചുകൊണ്ടിരുന്നത്. ഹോസ്റ്റൽ വാസ് ഇൻ ബാൻഡ്ര. സച്ചിൻ ടെണ്ടുൽക്കറിന്റെ തൊട്ടടുത്ത വീട്. സച്ചിൻ ടെണ്ടുൽക്കർ പറയുന്നതെന്ന് പറഞ്ഞാൽ അദ്ദേഹം കളിക്കുന്ന സമയത്തൊക്കെ റോഡിൽ കളിക്കുന്ന സമയത്ത് നമ്മളുടെ ഹോസ്റ്റലിൽ നമ്മൾ താമസിച്ചിട്ടുള്ളതാണ്. അപ്പൊ ആ ഹോസ്റ്റലിൽ ഈ സച്ചിനും ഷാറൂഖിന്റെ ഒക്കെ കൂടെ പ്രതിഭാധനായിട്ടുള്ള ചെറുപ്പക്കാരന്റെ പട്ടികയിൽ ബോസ് സ്ഥാനം പിടിച്ചിരുന്നതാണ്. 93 ഫേസ് ഓഫ് ഇലസ്ട്രേറ്റഡ് വീക്ക്ലിയുടെ. എനിവേ യാത്രകള്, ആ രാത്രി യാത്രകള് 1:15 വരെ ഞാൻ വർക്ക് ചെയ്യും. രാത്രി 7 മണി തുടങ്ങി. അതിനുശേഷം ഹോസ്റ്റലിൽ വരും. ഹോസ്റ്റലിൽ വന്നിട്ട് എന്റേതായിട്ടുള്ള വർക്കുകൾ ചെയ്യും. ഐ വാസ് ദ ഫസ്റ്റ് പേഴ്സൺ ടു ഗോ ടു സ്കൂൾ. കോളേജിൽ 8:45 ക്ലാസ് തുടങ്ങുന്നു. ഐ വാസ് ദെയർ ബൈ 7 o'clock and the canteen was my place. അഡ്ഡ. ആ സമയത്താണ് ഇവരേക്ക് കാണുന്നത് ആദ്യമായിട്ട്. ഞാൻ കമ്മിങ് ബാക്ക് ടു റിയാസ്, അദ്ദേഹം തന്ന സ്പേസ് അദ്ദേഹത്തിന്റെ പ്രാർത്ഥനാ സ്പേസ് ആയിരുന്നു. ഈ ജഹാംഗീർ നഗരിയുടെ ഒരു ചെറിയ സ്പേസിലാണ്. പക്ഷെ ഐ ഹാവ് ഡൺ ആ 92 ഷോ ആണ് ഫേസ് ഓഫ് 93 വേണ്ടിയും ഉണ്ടായിട്ടുള്ള. അത് 92 ഷോ ആയിരിക്കും ഒരു പക്ഷെ ഏറ്റവും ലാർജ് സ്കെയിലായിട്ട് മുംബൈയിൽ നടന്ന ആദ്യത്തെ ഷോ. അത് ഹുസൈൻ പോലും ആ സമയത്ത് ചെയ്തിട്ടില്ല എന്നാണ് മറ്റുള്ളവർ പറയുന്നത്. അതുപോലെ തന്നെ ക്രൗഡായിരുന്നു ഓപ്പണിംഗ് സമയത്ത്. there was no place to stand. ആ കുട്ടികള്, കോളേജിലെ കുട്ടികളൊക്കെ വന്നിട്ടാണ് നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ട് ഇൻസ്റ്റലേഷൻസ് 16 അടി നീളമുള്ള ആ സ്കെയിലും എനിക്ക് തോന്നുന്നു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള. അത് എനിക്കൊരു മെസ്സേജ് ഉള്ള ഒരു ഷോ, എനിക്കൊന്ന് വർഗീയതക്കെതിരെയുള്ള ഒരു ഷോ ആയിട്ടല്ലേ വന്നിരുന്നത്. അത് മ്യൂസിയം എന്ന് പറയുന്നത്, അതായത് നോ മ്യൂസിയം എന്നുള്ളൊരു കോണ്ടെക്സ്റ്റിൽ ചെയ്തിട്ടുള്ള ഇൻസ്റ്റലേഷൻ പ്രോജക്റ്റുകളും പെയിന്റിങ്ങുകളും. അതിന്റെ ഇടയിൽ മ്യൂസിക് ഉണ്ടായിരുന്നു, ആർക്കിടെക്ചറൽ വർക്കുകൾ ഉണ്ടായിരുന്നു. ഒരു ഫ്യൂഷനാണ് എല്ലാ തരത്തിലുള്ള ബോസിന്റെ ഒരു ബേസ്. അപ്പൊ റിയാസിനെ കണ്ടിട്ട് റിയാസ് വന്നത് ഞാൻ പഠിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ എനിക്ക് തോന്നുന്നത് എന്റെ മെമ്മറി വളരെ കുറവാണ്, വളരെ സെലക്ടഡ് മെമ്മറി ആണെന്ന് വേണമെങ്കിൽ പറയാം. അത് കോമയിൽ പോയിട്ടുള്ള ഒരാളാണ് ഞാൻ. അപ്പൊ അത് പക്ഷെ പഠിക്കാൻ വന്നതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു രാഷ്ട്രീയപരമായി ഇത് ജെ സ്കൂൾ ഓഫ് ആർട്സിൽ കയറി പറ്റണമെന്നുണ്ടെങ്കിൽ യു ഹാവ് ടു ഹാവ് സം കൈൻഡ് ഇൻഫ്ലുവൻസ്, അല്ലെങ്കിൽ ഒരു മഹാരാഷ്ട്രീയനായിരിക്കണം. ഈ കാര്യങ്ങൾ റീജിയണലിസത്തിന്റെ വളരെയധികം പ്രശ്നങ്ങളൊരു സ്ഥലമാണത്. അപ്പൊ ഞാൻ മിസ്സിസ് മേനൻ
കാർത്തിയാനി മേനൻ, ജഹാംഗീർ ആർഗ്യാൽ സെക്രട്ടറിയാണ്. അപ്പൊ അവരെ പരിചയപ്പെടുത്തി കൊടുത്തായിരുന്നു, ഇങ്ങനെ ഒരാളുണ്ട്, മാഡത്തിനൊന്ന് പറയാൻ പറ്റിയ നന്നായിരുന്നു കോളേജിൽ, ഈസ് എ ടാലന്റഡ് ബോയ്, അങ്ങനെയാണ് തോന്നുന്നു എന്നുള്ളത്. അങ്ങനെയാണ് തുടക്കം. പിന്നെ ഹിസ്റ്ററിയാണ്. പിന്നെ റിയാസിന്റെ ഒരു റെഫറൻസിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. റിയാസുമായിട്ട് ഒരുമിച്ച് ഓൾമോസ്റ്റ് ലൈക്ക് വി യൂസ് ടു സ്റ്റേ ടുഗദർ. ഐ യൂസ് ടു ഗോ ഇൻ ടു ദെയർ പ്ലേസസ്. മൈ പ്ലേസ് വാസ് അഡ്ഡാബൻ. അതായത് എന്റെ പ്ലേസിൽ ചെറിയ ഫ്ലാറ്റുകളിൽ ഞാനൊരു 10, 15, 20 സ്ഥലങ്ങളിൽ മുംബൈയിൽ താമസിച്ചിട്ടുണ്ട്. ഫ്രം മുംബൈയുടെ 35 കിലോമീറ്റർ നീളത്തിലുള്ള 15-18 സ്ഥലങ്ങളിൽ. അത് ബോറിവല്ലി പെടും, സാക്കിനാക്ക. ഐ ലാൻഡഡ് ഇൻ സാക്കിനാക്ക. സാക്കിനാക്ക എന്ന് പറഞ്ഞാൽ മലയാളികൾ ഒരുമിച്ച് താമസിക്കുന്ന ചോളിലാണ് ഞാൻ താമസിച്ചിരുന്നത്. എൻ്റെ ഒരു കസിൻ ബ്രദറിന്റെ കൂടെ 8-10 തൊഴിലാളികൾ താമസിക്കുന്ന റൂമിലാണ് നമ്മളുടെ ജീവിതം തുടങ്ങിയത് മുംബൈയിൽ. ആ സമയത്ത് ആ ഒരു വർഷം എനിക്ക് അഡ്മിഷൻ കിട്ടാതിരുന്ന വർഷം ഐ യൂസ് ടു ഡു സ്കെച്ചസ് ആൻഡ് പെയിന്റിങ്സ്. 3000 രൂപ 5000 രൂപ ഒരു പോർട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓയിൽ പെയിന്റ്. അത് സെൽഫ് ടോട്ട് ആണ്. ഐ നെവർ ഗോൺ ടു എ കോളേജ്. ഓഫ് കോഴ്സ് ഞാൻ കലാപഠിത്തിൽ പോയിട്ടുണ്ട്, ഫ്ലാഷ് ആർട്ട് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് തൃപ്പൂണിത്തുറയിൽ പോയിട്ടുണ്ട്. പക്ഷെ എല്ലാം ഒരു കലാപഠിത്തിൽ നല്ലൊരു മൊമെന്റ് എന്ന് പറഞ്ഞാൽ ഐ കുഡ് മീറ്റ് അപ്പ് വിത്ത് റൈറ്റേഴ്സ്, പോയറ്റ്സ്, ഫിൽം മേക്കേഴ്സ്. I was always interested in meeting people. Okay, റിയാസ് 92 ഒരുപക്ഷെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഏറ്റവും വലിയ ചേണിങ് നടക്കുന്ന സമയത്താണ് റിയാസ് മുംബൈയിലെത്തുന്നത്. ഇവിടെ നാട്ടിൽ നല്ല സൗകര്യമൊക്കെ ഉണ്ടായിരുന്നു. ബാപ്പ നല്ല വ്യവസായ പ്രമുഖനും തീപ്പെട്ടി കമ്പനിയായിരുന്നു. പിന്നെ കുഴപ്പമില്ലാത്തൊരു ഓണ്ടർപ്രനേഴ്സിന് നമ്മൾ അതെല്ലാം എന്താ വിളിക്കുക, ഒരു നല്ലൊരു സാമൂഹ്യ സാമ്പത്തിക ചുറ്റുപാടൊക്കെ ഉണ്ടായിരുന്നു. ഈ കലയുടെ വൈറസ് എങ്ങനെ വന്നു പെട്ടു റിയാസ്? ചെറുപ്പത്തില് വരയ്ക്കുമായിരുന്നു. പക്ഷെ ഒരു സമയത്തിന് ശേഷം എനിക്ക് ഡിസൈനിൽ വളരെ താല്പര്യം വന്നത്. ഞാൻ ടെക്സ്റ്റൈൽ ഡിസൈൻ പഠിക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തിലാണ് ഞാൻ 91 NID ശ്രമിച്ചു. അവസാനത്തെ റൗണ്ട് ഓഫ് ഇന്റർവ്യൂവിൽ ഞാൻ പുറത്തായി. പിന്നെയാണ് JJ അറ്റംപ്റ്റ് ചെയ്യുന്നത്. JJ അന്ന് ടെക്സ്റ്റൈൽ ഡിസൈൻ ഒരു ഓപ്ഷണൽ സബ്ജക്റ്റ് ആണ്, നമുക്ക് സ്പെഷ്യലൈസ് ചെയ്യാം ടെക്സ്റ്റൈൽ ഡിസൈനിൽ. അങ്ങനെയാണ് ഞാൻ JJ ചെന്ന് ചേരുന്നതും. പിന്നെയാണ് നമ്മളുടെ ചേരുന്നതിന് മുമ്പാണ് ഇങ്ങനെയുള്ള കഥാപാത്രങ്ങളെ കണ്ടുമുട്ടുന്നത്. അതെ അതെ നല്ല കഥാപാത്രങ്ങൾ. ഈ കഥാപാത്രത്തെ കണ്ടുമുട്ടുന്നത് നേരത്തെ ഡിസൈൻ ചെയ്യപ്പെട്ടാണോ അതെയോ? അത് കൃത്യമായിട്ടുള്ളൊരു ഡെസ്റ്റിനിയാണ്. കാരണം ഒരു ഇന്ത്യൻ ആർട്ട് കോണ്ടെക്സ്റ്റിൽ തന്നെ എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ ഒരു കോൺട്രിബ്യൂഷൻ ബോസിനെ കാണുമെന്ന് തീരുമാനിച്ചിരുന്നാണോ അതെയോ ആകസ്മികമായി കണ്ടോ? അവിടെ ചെന്നതിന് ശേഷമാണ് ഞാൻ അറിയുന്നത് ഇങ്ങനെ ഒരു ബോസ് എന്ന് പറയുന്ന ഒരു കലാകാരനുണ്ട്, മലയാളിയാണ്. അങ്ങനെ പരിചയപ്പെടുത്തുന്നത് അങ്ങനെയാണ്. ഞാൻ ആദ്യമായിട്ടൊരു ആർട്ടിസ്റ്റിന്റെ സ്റ്റുഡിയോ കാണുന്നതൊക്കെ ബോസിന്റെ സ്റ്റുഡിയോ ആണ്. അത് വളരെ ആക്റ്റീവായിട്ട് അന്ന് ബോസ് ആ മ്യൂസിയം ഷോയ്ക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ്. അപ്പൊ ഞാൻ കാണുക മാത്രമല്ല, അതിനുശേഷം പിന്നെ ആ ഷോയുടെ ഭാഗമാകുകയും നമ്മൾ അതിന് വേണ്ടിയിട്ട് ബോസിന്റെ ഒരു അസിസ്റ്റന്റ് ഒക്കെ ആയിട്ട് ഇങ്ങനെ കൂടുകയും. ഞാൻ ആർട്ട് ശരിക്കും പറഞ്ഞ് JJ പഠിക്കുന്നതിന് മുമ്പ് ബോസിന്റെ സ്റ്റുഡിയോയിലൊക്കെയാണ് മറ്റുള്ള ഈ ഇതിന്റെ അഡ്മിനിസ്ട്രേഷനുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഇടപെടുന്നു. സോ ഇറ്റ്സ് കൈൻഡ് ഓഫ് ഒരു ബോംബെ നമുക്ക് പഠിപ്പിച്ചു തരുന്ന സാധനങ്ങളൊക്കെ വളരെ വലുതാണ്. കാരണം ഇപ്പൊ ബേബി സാറ് ചോദിച്ച ആ ഒരു ചോദ്യത്തിന്റെ ഒരു ഉത്തരം പോലെ തന്നെ പറയാവുന്ന ഒരു സംഭവമാണ്. നമ്മൾക്ക് ഈ ബിനാലെ പോലുള്ള ഒരു സംഭവം എന്ത് ഇനി കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഇന്ത്യയിലെ കലാകാരന്മാർക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതിന്റെ ഒരു കൃത്യമായിട്ടുള്ള ഉത്തരം അത് തന്നെയാണ്. നിങ്ങൾ യു ഹാവ് ടു ഫോക്കസ്.